ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാൻ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ക്ലാസ്സുകൾ കുറച്ചു കാലമായി ബ്രേക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ചില സ്റ്റുഡൻസ് ഈ ക്ലാസ്സുകൾ തുടർന്നെടുക്കണമെന്ന് എൻ്റെ അടുത്ത് നേരിട്ടും കമൻറ്റ് ബോക്സ് വഴിയും ആവശ്യപ്പെട്ടതനുസരിച്ചും ഞാൻ ഈ ക്ലാസ്സുകൾ ഇന്നു മുതൽ വീണ്ടും തുടർന്ന് എടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ അവസാനമായി എടുത്ത് നിർത്തിവെച്ചത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ്. ഇനി പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസിൻ്റെ ക്ലാസ്സുകളാണ് ഞാൻ എടുക്കുന്നത്. പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് മുതൽ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വെർട്ടിക്കൽ ട്രേസ്, ഹൊറിസോണ്ടൽ ട്രേസ് മുതലായവ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസിലും ആവശ്യമുണ്ട്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ എപ്പിസോഡിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. പ്രീവിയസ് എപ്പിസോഡ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കൂടാതെ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പറും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കുട്ടികൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. കൂടാതെ കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. എൻ്റെ ഈ ചാനൽ ഇനിയും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും പുതിയ എപ്പിസോഡുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് ആണ് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. തന്നിരിക്കുന്ന പ്ലെയിൻ്റെ അല്ലെങ്കിൽ പ്ലെയിൻ ലാമിനേഡ് അത് വിത്ത് നെഗ്ലിജിബിൾ തിക്നെസ് ആയിരിക്കും. അതിനുള്ളി ഇറ്റ് ഹാവ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അങ്ങനെയുള്ളൊരു പ്ലെയിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഇത് വരയ്ക്കാനാണ് സാധാരണ പ്രോബ്ലത്തിൽ ചോദിക്കുക. അപ്പോൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാകുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്ലെയിൻ ഫിഗർ, കൂടാതെ ഇറ്റ്സ് പൊസിഷൻ വിത്ത് HP ആൻഡ് VP. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവുക. എങ്ങനെയാണ് പൊസിഷൻ വിത്ത് HP ആൻഡ് VP തന്നിട്ടുണ്ടാവുക? ഇൻക്ലിനേഷൻ ഓഫ് ഇറ്റ് സർഫസ് വിത്ത് വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ. ഏതെങ്കിലും ഒരു റെഫറൻസ് പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ഓഫ് ദ സർഫസ് അത് തന്നിട്ടുണ്ടാവും. കൂടാതെ ഏതെങ്കിലും ഒരു എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് റെഫറൻസ് പ്ലെയിൻ വിൽ ബി ഗിവൺ. അപ്പോൾ സർഫസിൻ്റെ ഇൻക്ലിനേഷനും കൂടാതെ ഏതെങ്കിലും ഒരു എഡ്ജിൻ്റെ ഇൻക്ലിനേഷനും ഇത്രയാണ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവുക. പിന്നെ ഏതൊക്കെ തരത്തിലാണ് പ്ലെയിൻ്റെ പൊസിഷൻ വരുന്നത്? 6 തരത്തിലാണ് പ്ലെയിൻ്റെ പൊസിഷൻ വരാവുന്നത്. എ പ്ലെയിൻ പാരൽ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP, എ പ്ലെയിൻ പാരൽ ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP, എ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. 4ാമത്തെ എ പ്ലെയിൻ ഇൻക്ലൈൻ ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP, എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് HP ആൻഡ് VP, പ്ലെയിൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP. ഇങ്ങനെ 6 തരത്തിലാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. പ്രൊജക്ഷൻ കൂടാതെ വെർട്ടിക്കൽ ട്രേസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ട്രേസ് അല്ലെങ്കിൽ രണ്ടും ചിലപ്പോൾ പ്രോബ്ലത്തിൽ ചോദിക്കാം. ഇത് ഞാൻ എടുത്തിട്ടുള്ള പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. ആ എപ്പിസോഡ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിക്കുക. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യം അസ്യൂം സ്യൂട്ടബിൾ കണ്ടീഷൻസ് ആൻഡ് ഡ്രോ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് ഇനിഷ്യൽ പൊസിഷൻ. ആദ്യം നമ്മൾ സ്യൂട്ടബിൾ കണ്ടീഷൻസ് അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുകയാണ്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ്, നൗ കൺസിഡർ സർഫസ് ഇൻക്ലിനേഷൻ ആൻഡ് ഡ്രോ സെക്കൻഡ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. സർഫസ് ഇൻക്ലൈൻ ചെയ്തിട്ട് ഉള്ള ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ സ്റ്റെപ്പ് 3ൽ കൺസിഡർ സൈഡ് എഡ്ജ് ഇൻക്ലിനേഷൻ ആൻഡ് ഡ്രോ തേർഡ് ആൻഡ് ഫൈനൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അതിൻ്റെ സൈഡ് എഡ്ജ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ടാവും. അത് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക. ഇതാണ് സ്റ്റെപ്പ് 3. ഇനി എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കണ്ടീഷൻസ്? ഇഫ് ഇൻ പ്രോബ്ലം സർഫസ് ഇൻക്ലൈൻ ടു HP, സർഫസ് HP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്രോബ്ലത്തിൽ പറയുന്നതെങ്കിൽ ഐ അസ്യൂം ഇറ്റ് പാരൽ ടു HP. അത് പാരൽ ടു HP ആയിട്ട് അസ്യൂം ചെയ്യാം. രണ്ടാമത്തെ സർഫസ് ഇൻക്ലൈൻ ടു VP ആണെങ്കിൽ അസ്യൂം ഇറ്റ് പാരൽ ടു VP.
അങ്ങനെ വി പിക്ക് പാരലായിട്ട് അസ്യൂം ചെയ്യാം. നമ്മൾ സർഫസ് എച്ച് പിക്ക് പാരലായിട്ടാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ ട്രൂ ഷേപ്പ് ആയിരിക്കും. ടോപ്പ് വ്യൂ വിൽ ഷോ ട്രൂ ഷേപ്പ്. ഇനി സർഫസ് വി പിക്ക് പാരലായിട്ടാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രൂ ഷേപ്പ് ആയിരിക്കും. പ്രൊജക്ഷൻ വരച്ചു തുടങ്ങേണ്ടത് ഒന്നുകിൽ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ അതിൻ്റെ ട്രൂ ഷേപ്പ് വെച്ചാണ് വരച്ചു തുടങ്ങേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു എഡ്ജ് തന്നിട്ടുണ്ടാകും പ്രോബ്ലത്തിൽ. അത് XY റെഫറൻസ് ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വേണം വരച്ച് തുടങ്ങേണ്ടത്. അടുത്ത സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2-ൽ നമ്മൾ റെസ്പെക്റ്റീവ് പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ട് സർഫസ് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അതർ വ്യൂ അത് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ചെയ്യുക. അതായത് എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ വരച്ചിട്ട് അതിൻ്റെ പ്രൊജക്ഷനും വരയ്ക്കുക. ഇങ്ങനെയാണ് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് 2 പ്രോബ്ലംസാണ്. അത് ആനിമേഷൻ രൂപത്തിലാണ് കാണിക്കുന്നത്. ആദ്യത്തെ പ്രോബ്ലം, റെക്റ്റാങ്കിൾ 30 mm and 50 mm sides is resting on HP on one small side which is 30 degree inclined to VP while the surface of the plane makes a 45 degree inclination with HP. Draw its projections. അപ്പോൾ തന്നിരിക്കുന്നത് സർഫസിൻ്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. അത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് വിത്ത് HP ആണ്. പിന്നെ തന്നിരിക്കുന്ന അതിൻ്റെ ഒരു സ്മാൾ എഡ്ജ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP. തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർഫസ് HPക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അസ്യൂം ചെയ്യേണ്ടത് HPക്ക് പാരലായിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. അതിൻ്റെ ട്രൂ ഷേപ്പ്, സർഫസിൻ്റെ ട്രൂ ഷേപ്പ് ടോപ്പ് വ്യൂവിലായിരിക്കും കാണുന്നത്. ഇനി ഏത് സൈഡാണ് വെർട്ടിക്കലായിട്ട് വരയ്ക്കേണ്ടത്? വൺ സ്മാൾ സൈഡ്. റെക്റ്റാങ്കിളിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ HPക്ക് പാരലായിട്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരും. അതിൻ്റെ ട്രൂ ഷേപ്പാണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു ലൈനാണ്. A', B' ഫസ്റ്റ് പോയിൻ്റ്, C', D' സെക്കൻഡ് പോയിൻ്റ്. ABCD റെക്റ്റാങ്കിൾ. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ സർഫസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP അതാണ് വരയ്ക്കുന്നത്. A', B', D', C'. അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റെക്റ്റാങ്കിൾ ടോപ്പ് വ്യൂ വരയ്ക്കുക. A1, B1, C1, D1. അതിന് ശേഷം അതിൻ്റെ ഒരു സ്മാൾ സൈഡ് VPക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് അതിൻ്റെ ടോപ്പ് വ്യൂ ആദ്യം വരയ്ക്കുക. അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും വരയ്ക്കുക. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്ന 3 സ്റ്റെപ്പ്. അടുത്ത പ്രോബ്ലം, എ 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഓഫ് ലോങ്ങസ്റ്റ് സൈഡ് 100 mm long is in VP and 30 degree inclined to HP while its surface is 45 degree inclined to VP. Draw its projections. 30 ഡിഗ്രി 60 ഡിഗ്രി ആംഗിളിൻ്റെ ഒരു സെറ്റ് സ്ക്വയർ ആണ്, സ്റ്റാൻഡേർഡ് സെറ്റ് സ്ക്വയർ. അതിൻ്റെ ലോങ് സൈഡ് 100 mm ലെങ്ത്താണ്. ആ ലോങ് സൈഡ് VPയിൽ റെസ്റ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ HPക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡുമാണ്. സെറ്റ് സ്ക്വയറിൻ്റെ സർഫസ് VPക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് VPക്ക് പാരലാണെന്ന് അസ്യൂം ചെയ്യാം. അതിൻ്റെ ട്രൂ ഷേപ്പ്, സെറ്റ് സ്ക്വയറിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടുന്നത് ഫ്രണ്ട് വ്യൂവിലായിരിക്കും. അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് വെർട്ടിക്കലായിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരയ്ക്കേണ്ടത്. ഇതിൻ്റെ ട്രൂ ഷേപ്പ് ഒരു ട്രയാങ്കിൾ ഷേപ്പായിരിക്കും. അത് ഫ്രണ്ട് വ്യൂവിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂ വരച്ചിട്ടാണ്. XY ലൈൻ വരയ്ക്കുക. സെറ്റ് സ്ക്വയറിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. അതിൻ്റെ ലോങ് സൈഡ് വെർട്ടിക്കലായിട്ട് ആണ് വരയ്ക്കേണ്ടത്. A', B', C'. ഇനി അതിൻ്റെ പ്രൊജക്ഷൻ, അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. അത് VPക്ക് പാരലായിട്ട് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് XY ലൈനിന് പാരലായിട്ടാണ് അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത്. അടുത്ത അതിൻ്റെ സർഫസ് ഇൻക്ലൈൻ ചെയ്യുക 45 ഡിഗ്രിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ
ബോട്ടമിൽ വരയ്ക്കുക. XY ലൈൻ്റെ ബോട്ടമിൽ ടോപ്പ് വ്യൂ. ഇതിനകത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ ലോങ് സൈഡ് ഹൊറിസോണ്ടൽ പ്ലെയിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുക. 30 ഡിഗ്രി ഇൻക്ലൈൻഡ്. A1 B1 C1 3 പോയിൻറ്റുകൾ. അടുത്ത ഇത് പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് വരയ്ക്കുന്ന സ്റ്റെപ്പ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിയൽ പ്രോബ്ലംസ് പേപ്പറിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.